ബിഗ് ബോസ് സീസൺ 7 എപ്പിസോഡ് 32 റിവ്യൂ ആണ്. അപ്പാന് ശരത്തിനേക്കാളും ഗംഭീരമായിട്ടുള്ള കളിയാണ് അനുമോളുടെ കയ്യിലിരിക്കുന്ന പ്ലാച്ചി പാവ അവിടെ കളിക്കുന്നത്. അത്ര നൈസായിട്ട് ആ പാവ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. ആ ഒരു പാവയെ അനുമോൾക്ക് മാത്രമായി അകത്തേക്ക് കൊടുത്തു വിട്ടിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അനുമോൾ ബിഗ് ബോസിന് ശരിക്കും നമ്മൾ കേട്ടതുപോലെ എന്തെങ്കിലും വാക്കൊക്കെ കൊടുത്തിട്ടുണ്ടാവും. റേറ്റിംഗ് അത് അനു നോക്കിക്കോളാം. പ്ലാൻ ചെയ്തിട്ടുള്ള കളിയൊക്കെയാണ് പുള്ളിക്കാരി ഈ ഒരു റേറ്റിങ്ങിൻ്റെ കാര്യത്തിൽ ഉദ്ദേശിച്ചതെന്ന് ഞാൻ വിചാരിക്കുന്നു. എന്താണെങ്കിലും ഈ ദിവസങ്ങളിലേക്ക് വരുമ്പോൾ അനുമോൾ മിക്കവാറും നമുക്കുള്ള ദേഷ്യത്തിൽ നിന്നൊക്കെ ഒന്ന് വിമുക്തയായി വേറെ ഒരു രീതിയിലേക്ക് പോകുമായിരിക്കും. കാരണം അപ്പാന് ശരത്ത് അമ്മാതിരി വെറുപ്പിക്കലാണല്ലോ. വെറുതെ അനുമോളുടെ പുറകെ നടന്ന് ഇങ്ങനെ ബുള്ളി ചെയ്ത് ആ ഒരു ബുള്ളിങ്ങൊക്കെ പുള്ളി എന്തോ ഒരു ഫണ്ണായിട്ട് നമ്മൾ ആസ്വദിക്കുമെന്ന് വിചാരിച്ച് ചെയ്യുന്നതായിരിക്കാം. എന്നാൽ ഒടുക്കത്തെ പേടിയാണ് മച്ചാന്. അവിടെയുള്ള പല കണ്ടസ്റ്റൻസിനോടും തരം കിട്ടുന്ന സമയത്തൊക്കെ പുള്ളിക്കാരൻ പറയാറുണ്ട്, എനിക്ക് ഒരു ആക്ടിങ് കരിയർ ഉണ്ട്, അതേപോലെ തന്നെ ഫാമിലി ഉണ്ട്, ഒത്തിരി കഷ്ടപ്പാടാണ്, എനിക്കിവിടെ നിന്ന് പോവേണ്ടതുണ്ട്. അങ്ങനെയുള്ള എല്ലാ പേടികളും പുള്ളിക്കുണ്ട്. അങ്ങനെ പേടിയുള്ള കുറേയധികം കണ്ടസ്റ്റൻസിനെ വൈൽഡ് കാർഡുകൾ വരെ ഐഡൻറ്റിഫൈ ചെയ്തിട്ടുണ്ട്. ഷാനവാസിന് വലിയ പേടിയുണ്ട്, കരയുന്നുണ്ട്. അത് ഗെയിമിലെ പേടിയാണോ അതോ അദ്ദേഹത്തിൻ്റെ പുറത്തുള്ള സാഹചര്യങ്ങളെ ഓർത്തിട്ടുള്ള പേടിയാണോ? എന്താണെങ്കിലും ഷാനവാസ് ഇടയ്ക്കൊക്കെ പൊട്ടി തകരുന്നുണ്ട്. ഷാനവാസ് പലപ്പോഴും ഗെയിം കളിക്കുന്ന സമയത്ത് അവിടെ അല്ല, പുള്ളിക്കാരൻ്റെ മൈൻഡൊന്നും പലപ്പോഴും ആ ഒരു ഗെയിമിലോ ആ ഒരു ഹൗസിലോ ഒന്നും അല്ല. പുള്ളിക്കാരൻ ആകെ മൊത്തത്തിൽ വേറെ എന്തൊക്കെയോ ഭാരങ്ങളുമായിട്ട് നടന്നിട്ടാണ് ഗെയിം കളിക്കുന്നത്. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് പുള്ളിക്ക് ദേഷ്യം വരും, പെട്ടെന്ന് ആ ഒരു ദേഷ്യം മാറും. അതേപോലെ ഒരു വഴക്കിലേക്കൊക്കെ ഇടപെടുന്ന സമയത്ത് പുള്ളിക്കാരൻ അതിനകത്ത് ഒരു പോയിന്റ് പോലും പറയാനായിട്ടുള്ള മൈൻഡ് അവിടെ ഫോക്കസ്ഡ് അല്ല. അങ്ങനെ എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. ഇവിടെ കൺസിസ്റ്റൻ്റ് ആയിട്ട് വന്നപ്പോൾ തൊട്ട് ഒരേ രീതിയിൽ ഗെയിം കൊണ്ടുപോകുന്ന ആൾക്കാർ വളരെ കുറവാണ്. അതിൽ അക്ബറുണ്ട്. അക്ബർ വന്നപ്പോൾ തൊട്ട് ഒരേ രീതിയിലാണ്. ഇടയ്ക്ക് ഇത്തിരി വീക്കെൻഡ് എപ്പിസോഡിൽ ഉപദേശം കൂടെ കിട്ടിയപ്പോഴത്തേക്ക് പുള്ളിക്കാരൻ വീണ്ടും ആ ഒരു ഫോക്കസ് പിടിച്ച് പോവുകയാണ്. ആരിനൊക്കെ ഒരിക്കലും ഗെയിം മാറ്റരുത്, നമ്മൾ ഇങ്ങനെ തന്നെ കളിക്കണം എന്ന് ജിസേലിനോടൊക്കെ ഉപദേശിക്കുന്നത് കേട്ടു. അപ്പോൾ എല്ലാ ആളുകൾക്കും കാര്യമായിട്ടുള്ള പ്ലാനിങ് ഉണ്ട്. ഈ തവണത്തെ വൈൽഡ് കാർഡുകൾ ഇപ്പോഴും വൈൽഡ് കാർഡുകൾ ഒരു ഗ്രൂപ്പായിട്ട് നിൽക്കുകയാണ്. ആ ഒരു ഗ്രൂപ്പിനെ അങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് ബിഗ് ബോസ് കാര്യമായിട്ടുള്ള ടാസ്കുകളും കൊടുക്കുന്നുണ്ട്. അവർ സെപ്പറേറ്റ് ചെയ്ത് നിർത്തിയിരിക്കുകയാണ്. അപ്പോൾ വൈൽഡ് കാർഡുകൾ കൃത്യമായിട്ട് ആരെയൊക്കെ ടാർഗറ്റ് ചെയ്യണം എന്നുള്ളതിനെ കുറിച്ചിട്ടുള്ള പ്ലാനിങ് ആണ്. ഇനിയിപ്പോൾ ലൈവൊക്കെ കാണുന്ന ആളുകൾക്ക് അത് കൃത്യമായിട്ട് മനസ്സിലാവും. എപ്പിസോഡിൽ കുറച്ച് ഭാഗങ്ങളെ കേൾപ്പിച്ചിട്ടുള്ളൂ. അപ്പോൾ മസ്താനിയോട് നിനക്ക് ബിന്നിയെ ടാർഗറ്റ് ചെയ്യാൻ പറ്റുമോ എന്ന് ലക്ഷ്മി ചോദിക്കുന്നു. അതേപോലെ ഷാനവാസിൻ്റെയും അക്ബറിൻ്റെയും ഗെയിമിനെ കുറിച്ചിട്ടൊക്കെ പ്രവീണും ജിഷിനും ഒക്കെ ചർച്ച ചെയ്യുന്നു. അപ്പോൾ ജിഷിനുമായിട്ട് അവർക്കൊരു സൗഹൃദമൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ അതിനെക്കുറിച്ചിട്ടൊക്കെ അവരവിടെ ചർച്ച ചെയ്യുന്നുണ്ട്. വൈൽഡ് കാർഡുകൾക്ക് കൃത്യമായിട്ടുള്ള വിലയിരുത്തലുണ്ട്. അവരുടെ വിലയിരുത്തലിനനുസരിച്ചിട്ടുള്ള പെർഫോമൻസാണ് ഇപ്പോഴും അവർക്ക് ഹൗസിൽ കാണാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ അതിലവർ ശൈത്യയും രേണുസുതിയെയും ഒന്നും മൈൻഡ് ചെയ്യുന്ന പോലുമില്ല. ലക്ഷ്മിയൊക്കെ പറയുന്നത് ശൈത്യ വേണമെങ്കിൽ കുറച്ച് ദിവസം അങ്ങോട്ട് ഇവിടെ നിന്നോട്ടെ, അവരുടെ സന്തോഷമല്ലേ, മേക്കപ്പ് ഒക്കെ ഇട്ട് അവിടെ ആസ്വദിച്ച് നിന്നിട്ട് പോയിക്കോട്ടെ, അവർ പോകും എന്നുള്ള കോൺഫിഡൻസിലാണ് ഇവർ കളിക്കുന്നത്. രേണുവിൻ്റെ കാര്യം അങ്ങനെ തന്നെ. രേണു എങ്ങനെയാണ് നിൽക്കുന്നത് എന്നുള്ളതിനെ കുറിച്ചിട്ട് എനിക്ക് പ്രത്യേകിച്ച് ഒരു ഐഡിയ ഇല്ല. ഇപ്പോൾ അക്ബറൊക്കെ പറഞ്ഞതുപോലെ അക്ബർ, ഷാനവാസ്, രേണുവിൻ്റെ ടീമിൽ ശരിക്കും 3 പേരില്ല, 2 പേരേ ഉള്ളൂ. കാരണം അവരാണ് ഗെയിം മൊത്തം കളിക്കുന്നത്, അവരാണ് അടി മൊത്തം വാങ്ങുന്നതും, അവരാണ് ഈ ഒരു ക്യാപ്പ് കീപ്പ് ചെയ്യുന്നതും. ബാക്കി ക്യാപ്പ് വെച്ച ക്യാപ്റ്റൻസൊക്കെ അവരുടെ ക്യാപ്പ് കീപ്പ് ചെയ്യുന്നുണ്ട് സ്വന്തമായിട്ട്. അപ്പോൾ നെവിന് അവിടെ ഒളിച്ചിരിക്കുന്നുണ്ട് കൃത്യമായിട്ട്. രേണു മാത്രം ഇങ്ങനെ നിൽക്കുകയാണ്. രേണുവിൻ്റെ മുടി പോകാതിരിക്കാൻ വേണ്ടിയുള്ള പരിപാടിയാണ്. ഇനിയിപ്പോൾ എപ്പിസോഡിൻ്റെ പ്രോപ്പർ റിവ്യൂയിലേക്ക് വന്നു കഴിഞ്ഞാൽ മൊത്തത്തിൽ ഡൗൺ ആയിട്ടുള്ളൊരു ദിനമായിരുന്നു. വലിയ കാര്യമായിട്ടുള്ള ടാസ്ക്കൊന്നുമില്ല. കണ്ടസ്റ്റൻസിൽ പല ആളുകളും പല സമയത്ത് ഉറക്കമൊക്കെ ആയിരുന്നു. മോർണിംഗ് ആക്ടിവിറ്റി പോലും ഉണ്ടായിരുന്നില്ല എന്ന് എനിക്ക് തോന്നുന്നു. വൈൽഡ് കാർഡ്സിൻ്റെ പണിപ്പുര ടാസ്ക് ആയിരുന്നു ഇന്ന് പ്രധാനപ്പെട്ടതായി ഉണ്ടായിരുന്നത്. അപ്പോൾ അതിലൊരു വ്യത്യസ്തതയൊക്കെ ഉണ്ടായിരുന്നു. ഈ പണിപ്പുര ടാസ്ക് ശരിക്കും ഈ നിലവിലുള്ള കണ്ടസ്റ്റൻസിന് 8ൻ്റെ പണി കൊടുക്കാനായിട്ടുള്ള ടാസ്ക്കായിട്ട് മാറിയിട്ടുണ്ട്. ആ ഒരു ബോംബുകളുടെ മീഡിയം, സ്മോൾ, ബിഗ് തീവ്രതകൾക്കനുസരിച്ചുള്ള പണിയൊക്കെ അവർക്ക് കിട്ടി തുടങ്ങിയിട്ടുണ്ട്. ഇന്ന് ശരിക്കും പണി കുറയ്ക്കാൻ പറ്റുന്ന അവസരങ്ങളുണ്ടായിരുന്നു. പക്ഷേ അത് അവർ ആത്മാർത്ഥമായിട്ട് ചെയ്തില്ല എന്നുള്ളതാണ് എൻ്റെ പക്ഷം. ഇപ്പോൾ നെവിനും ബിന്നിയും, ക്യാപ്റ്റനായിട്ടുള്ള നെവിനും ബിന്നിയും പണിപ്പുരയിൽ കയറിയിട്ട് സാധനങ്ങളൊക്കെ ആദ്യം ഈ കണ്ടസ്റ്റൻസ് സാധനങ്ങളൊക്കെ കാണും. അതിനുശേഷം സാധനങ്ങളൊക്കെ ഒന്ന് മാറ്റി വയ്ക്കണം. ഈ സാധനങ്ങളൊക്കെ കണ്ട കണ്ടസ്റ്റൻസ് ബ്ലൈൻഡ് ഫോൾഡ് കെട്ടിയിട്ടാണ് പിന്നീട് സാധനങ്ങൾ എടുക്കേണ്ടത്. അപ്പം ആദ്യം ഒരു സാധനങ്ങൾ എവിടെ ഇരിക്കുന്നത് കണ്ടു. അപ്പോൾ അതിൽ നിന്ന് മാറ്റി വെച്ചെങ്കിൽ മാത്രമേ ഇവർക്ക് പ്രോപ്പറായിട്ട് എടുക്കാതിരിക്കാൻ പറ്റത്തുള്ളൂ. ശരിക്കും നെവിൻ കുറച്ചും കൂടെയൊക്കെ കൃത്യമായിട്ട് ചെയ്തു, ബിന്നിയൊക്കെ ഉഴപ്പിയതുപോലെ തോന്നി. അപ്പോൾ ഇവർ ഉഴപ്പി എന്നുള്ള ആ ഒരു വിമർശനം കണ്ടസ്റ്റൻസിൻ്റെ ഭാഗത്തു നിന്നുണ്ട്. അവർ ഈസി ആയിട്ട് വൈൽഡ് കാർഡുകൾ ഈസി ആയിട്ട് സാധനങ്ങൾ എടുത്തുകൊണ്ട് പോയി, ന്യായമായിട്ടുള്ള അളവിൽ സാധനങ്ങൾ എടുത്തുകൊണ്ട് പോയി. അതിനകത്ത് എനിക്ക് തോന്നുന്നു അവർ ഉപയോഗിച്ച ഒരു സ്ട്രാറ്റജി എന്ന് പറയുന്നത്, അത് സ്ട്രാറ്റജി ഒന്നും ഉപയോഗിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ചെറിയ റൂമാണ്, 4 കോർണറുണ്ട്. അവർ കോർണർ പിടിച്ച് സാധനങ്ങളൊക്കെ ഈസി ആയിട്ട് എടുത്തുകൊണ്ട് പോയി.
ബസർ അടിക്കുന്നതിന് മുന്നേ തന്നെ 3 ബസർ അടിക്കുന്നതിന് മുന്നേ തന്നെ അവർ സാധനങ്ങളായിട്ട് വന്നു. 12 സ്മോൾ ബോംബുകളാണ് മജോറിറ്റി ആയിട്ട് അവർ എടുത്തുകൊണ്ട് വന്ന പണികളിൽ ഉണ്ടായിരുന്നത്. അക്ബർ, അപ്പാനി അങ്ങനെയുള്ള ആളുകൾ, അഭിലാഷിനെ പോലുള്ള ആളുകളൊക്കെ ഇവരുടെ ആ ഒരു ടാസ്കിൽ അതൃപ്തി രേഖപ്പെടുത്തുന്നുണ്ട്. നിവിൻ, ബിന്നി, സഹായിയായിട്ടുള്ള ബിന്നിക്കെതിരെ ചെറിയ വിമർശനമൊക്കെ പറയുന്നുണ്ട്. ബിന്നിയെ മാറ്റുന്ന കാര്യത്തെക്കുറിച്ചിട്ട് പറയുന്നുണ്ട്. ഏതായാലും പണി കിട്ടി നിവിന്. ആംഗ്യഭാഷയിൽ സംസാരിക്കണം. ഇന്നത്തെ ദിവസം ആംഗ്യഭാഷയിലാണ് നിവിൻ സംസാരിക്കേണ്ടത്. അതേപോലെ ചേരുംപടി ടാസ്കിൽ പണി കിട്ടിയിട്ടുള്ള ജിസേൽ ആൻഡ് അനു, അതിൽ അനുവിന് ടാസ്ക് കൊടുത്തു. അനുവും മിണ്ടരുത്. അനുവും ഈ ആംഗ്യഭാഷയിൽ മാത്രമേ സംസാരിക്കത്തുള്ളൂ. അപ്പോൾ അനുവും നെവിനും ഒക്കെ വലിയ ഹാപ്പിയായി. കാരണം അവർക്ക് വ്യത്യസ്തമായിട്ടുള്ള സാധനങ്ങൾ ചെയ്യാൻ വേണ്ടി കിട്ടുന്നത് ഇഷ്ടമുള്ള സംഗതിയൊക്കെ തന്നെയാണ്. അത് രണ്ടുപേരും മാക്സിമം എന്തെങ്കിലുമൊക്കെ ചെയ്യുന്ന ആളുകളാണ്. ഒന്നുമില്ലെങ്കിൽ അനു ഒറ്റപ്പെട്ട എവിടെയെങ്കിലും മാറിയിരുന്ന് എന്തെങ്കിലുമൊക്കെ കാണിക്കും, പാവ എടുത്തുകൊണ്ട് നടക്കും. നെവിനാണെന്നുണ്ടെങ്കിൽ കുറച്ച് പഞ്ചസാര കട്ടുകൊണ്ടുപോകും, അല്ലെങ്കിൽ കിച്ചണിൽ പോയി എന്തെങ്കിലും കട്ടെടുക്കും, ക്യാമറയുടെ മുന്നിൽ വന്നിട്ട് എന്തെങ്കിലുമൊക്കെ കാണിക്കും. അപ്പോൾ അവർ ആത്മാർത്ഥമായി പണിയെടുക്കുന്ന ആളുകൾക്ക് വ്യത്യസ്തമായിട്ടുള്ള സാധനങ്ങൾ സ്പേസിന് വേണ്ടി കിട്ടുന്നത് വലിയ സന്തോഷമുള്ള സംഗതിയാണ്. അപ്പോൾ അപ്പാനി ശരത്ത് അതിനെ ഒരു സാധ്യതയായിട്ട് ഉപയോഗിക്കാൻ വേണ്ടി നോക്കിയതാണ്. നെവിൻ അങ്ങനെ അത് സന്തോഷത്തോടെ സ്വീകരിക്കുന്നു. അനു അങ്ങനെ സന്തോഷത്തോടെ സ്വീകരിക്കുന്നു. അപ്പാനി അനുവിൻ്റെ പുറകെ നടന്നിട്ട് ഓരോന്നൊക്കെ പറയുന്നു. എന്തൊക്കെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നീ ധൈര്യം ഉണ്ടെങ്കിൽ ഇങ്ങോട്ട് വാടി, നീ ആരാടി എന്നൊക്കെ പറഞ്ഞ് വൻ ഭീഷണിയും വെല്ലുവിളിയും കാര്യങ്ങളും ഒക്കെ. കാണുന്ന പ്രേക്ഷകർക്ക് രസമായിരിക്കും എന്നൊക്കെ വിചാരിച്ച് ചെയ്യുന്നതാണ്. പക്ഷേ അനുവിനോടുള്ള ദേഷ്യമൊക്കെ ഇടയ്ക്ക് അറിയാതെ പുറത്തേക്ക് ചാടുന്നുണ്ട്. നിൻ്റെ മുഖംമൂടി അഴിക്കൂടി, നീ ഇങ്ങനെ ഈ പാവയായിട്ട് ഇങ്ങനെ ക്യൂട്ട്നെസ്സും കാണിച്ച് നടക്കല്ലേടി. അത് പല ആളുകളും ഹൗസിൽ വിമർശനമായിട്ട് പറയുന്നുണ്ട് കേട്ടോ. ഷാനവാസൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്, നിൻ്റെ ക്യൂട്ട്നെസ്സും നിൻ്റെ പാവ. അവർക്കൊക്കെ നല്ല രീതിയിൽ വെറുത്ത് പണ്ടാരടങ്ങിയിട്ടുണ്ട്. അതേപോലെ നീ ധൈര്യം ഉണ്ടെങ്കിൽ ഇങ്ങോട്ട് വാടി എന്നൊക്കെ വിളിച്ചിട്ടുള്ള അപ്പാനി പറഞ്ഞ ഒരു കാര്യമുണ്ട്, എൻ്റെ പട്ടി വരുകൂടി നിൻ്റെ പുറകെ എന്നും പറഞ്ഞിട്ട് അനുവിൻ്റെ പിറകെ നടക്കുകയാണ്. എൻ്റെ പട്ടി വരും നിൻ്റെ പുറകെ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു നാണമില്ലാതെ അപ്പാനി അനുവിൻ്റെ പിറകെ നടക്കുന്നു. കൊര മാത്രമില്ല, കൊര പോലൊരു സംസാരം പുള്ളിയുടെ ഭാഗത്തു നിന്നുണ്ട് എന്നുള്ളതേ ഉള്ളൂ. അനുവിന് പിന്നെ കാര്യമായിട്ട് പണിയൊന്നും എടുക്കേണ്ടി വന്നില്ല. കാരണം ക്യാമറയുടെ മുന്നിൽ കൂടെയൊക്കെ നടത്തിച്ച് സ്പേസ് കൊടുക്കുന്നുണ്ട് കാര്യമായിട്ട് അപ്പാനി. അതിൻ്റെ ഇടയ്ക്ക് അനു ആണെങ്കിൽ കൈ നിടാൻ വേണ്ടി മറ്റേ പാവയ്ക്ക് ഗർഭം ഉണ്ടെന്നോ അല്ലെങ്കിൽ പാവ 6 മാസം പ്രായമുള്ളതാണെന്നോ 6 മാസം ഏനാക്കെയോ ആംഗ്യഭാഷയിൽ കാണിക്കുന്നുണ്ട്. അതൊക്കെ കാണുന്ന സമയത്ത് എല്ലാവർക്കും ഒന്നും അത്ര രസമായിട്ട് തോന്നത്തില്ല. എനിക്ക് ഇമാതിരി കൃത്യത്തരമൊന്നും തീരെ താല്പര്യമില്ലാത്തതുകൊണ്ട് ഞാൻ വിചാരിച്ച് ഏനായി കാണിക്കുന്നത്. അപ്പോൾ അതേ മൈൻഡ് തന്നെയാണ് അവിടെയുള്ള പല ആളുകൾക്കും. പിന്നെ അനീഷൊക്കെ അതിനെ അത്യാവശ്യം ചെറിയ രീതിയിൽ പ്രോത്സാഹിപ്പിച്ചൊക്കെ കൊടുക്കുന്നുണ്ട്. ഇതിനുശേഷം കിരീട യുദ്ധം ടാസ്കിൻ്റെ 2ാമത്തെ ഭാഗമാണ്. ഇന്ന് 2 തൊപ്പി പിടിച്ച് എടുക്കേണ്ടതുണ്ട്. ഇത്തവണ കൃത്യമായിട്ടുള്ള നിർദ്ദേശങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. തൊപ്പി ഇങ്ങനെ വയലൻസ് കൊണ്ട് പിടിച്ചെടുക്കരുത്. അത് പിന്നെ എപ്പോഴും പറയുന്നതാണല്ലോ, എന്നാലും വയലൻസ് ഉണ്ടാവും. തൊപ്പി മറ്റേ കൊളുത്തിൽ പിടിച്ച് ലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ തൊപ്പി ആരും എടുത്തുകൊണ്ട് പോരുത്. അത് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതേപോലെ ഇന്നലെ രാത്രി ഇവർ തൊപ്പി അടിച്ച് മാറ്റുകയുണ്ടായി. നെവിൻ്റെയൊക്കെ തൊപ്പി അടിച്ച് മാറ്റുകയുണ്ടായി. ബിഗ് ബോസ് പറഞ്ഞ് അങ്ങനെ ഈ ഗെയിം അല്ലാത്ത സമയത്ത് തൊപ്പി കൈവശപ്പെടുത്തിയിട്ട് കാര്യമൊന്നുമില്ല. അത് ഒരു ശരിക്കും പറഞ്ഞാൽ ആലോചന ഇല്ലാതെ ചെയ്തൊരു പ്രവൃത്തിയാണ്. കാരണം ഈ ഗെയിം എന്താണ്, ക്യാപ്റ്റൻ തൊപ്പി തലയിൽ വെച്ചുകൊണ്ടിരിക്കണം, ബാക്കി 2 ആളുകൾ സംരക്ഷിക്കണം. ഇത് സൈറണിൽ കളിക്കുന്ന, സമയം വെച്ച് കളിക്കുന്ന ഒരു പരിപാടിയൊക്കെയാണ്. അതേപോലെ തന്നെ കൊളുത്തിൽ കൊണ്ട് ഇടണം, എന്നീ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അത് ഇല്ലാതെ അടിച്ചു മാറ്റി വെച്ചിട്ട് കാര്യമൊന്നുമില്ലല്ലോ. പിന്നെ എന്തു അടിച്ചു മാറ്റി വെക്കുക, ഒരു പ്രോപ്പർട്ടി ആണല്ലോ എന്ന് വിചാരിച്ചിട്ടുള്ള ഒരു ഗെയിമാണ് ഇറക്കിയത്. സ്ത്രീകളിൽ പല ആളുകളും തൊപ്പിയും മുടിയുമായി ബന്ധിപ്പിച്ച് ക്ലിപ്പൊക്കെ വെച്ച് വെക്കുന്ന രീതി ഉണ്ടായിരുന്നു. അപ്പോൾ ഈ മുടികളൊന്നും പിന്നെ സ്ത്രീകളെ ഇത് പിടിച്ച് വലിക്കാനായിട്ടുള്ള മനസാക്ഷിയില്ലാത്ത ആളുകൾ തീരെയില്ലല്ലോ. എന്നാലും സ്ത്രീകൾ തന്നെ ഉണ്ട് അത്തരത്തിൽ മനസാക്ഷിയില്ലാത്ത ആളുകൾ എന്നത് തെളിയിക്കുന്നതായിരുന്നു ബാക്കിയുള്ള ആളുകളുടെ ദേഹത്തിട്ടായിരുന്ന പരിക്കുകൾ. അക്ബർ മരിച്ച് നിന്നിട്ടാണ് രേണുസുതിയെ പ്രൊട്ടക്ട് ചെയ്യുന്നത്, തൊപ്പി പ്രൊട്ടക്ട് ചെയ്യുന്നത്. അയാളുടെ ബനിയനൊക്കെ അവർ വലിച്ച് കീറി നാശാക്കി. ഇതൊക്കെ നമ്മൾ ആ ഒരു ടാസ്കിന് ശേഷം കണ്ടതാണ്. ജിസേലിൻ്റെ കയ്യിൽ തൊപ്പിയുണ്ട്. ജിസേലിൻ്റെ പുറത്തേക്ക് കുറേയധികം ആളുകൾ ആക്രമിച്ചങ്ങോട്ട് വീഴുകയാണ്. ഏതായാലും ജിസേലിൻ്റെ തൊപ്പി അങ്ങനെ നഷ്ടപ്പെടുകയുണ്ടായി. ജിസേലിനും പരിക്ക് പറ്റി, നല്ല മുറിവുണ്ട്. എപ്പിസോഡിൽ അത് കൃത്യമായിട്ട് വലിയ കാര്യമായിട്ടൊന്നും കാണിച്ചില്ല എങ്കിൽ കൂടെ നല്ല മുറിവുണ്ടായിരുന്നു എന്നുള്ളതാണ് മനസ്സിലാവുന്നത്. ഇന്നലെ ഷാനവാസിനായിരുന്നു മുറിവുണ്ടായിരുന്നത്. ഈ ഒരു ടാസ്കിനിടയിൽ ഷാനവാസിന് കൃത്യമായിട്ടുള്ള മാന്ത് കൊടുക്കാനായിട്ട് അനുവിനെ കൊണ്ട് സാധിച്ചിട്ടുണ്ട്. അതിൻ്റെ വിഷമമൊക്കെ ഷാനവാസ് ഉപദേശത്തിൻ്റെ രീതിയിൽ പറയുന്നത് നമ്മൾ കേട്ടതാണ്. എല്ലാവർക്കും നല്ല രീതിയിലുള്ള മർദ്ദനങ്ങൾ കിട്ടുന്നുണ്ട്. ഇന്നലെ ഒന്നും അത്ര ദേഷ്യം ഉണ്ടായിരുന്നില്ല എങ്കിൽ കൂടെ ഇന്ന് ആളുകൾക്ക് അത്ര സുഖിച്ചൊന്നുമില്ല. പല ആളുകളുടെയും പരിപാടിയൊന്നും എല്ലാവരും ഇങ്ങനെ നോട്ട് ഇട്ട് വെച്ചിട്ടുണ്ട്. അത് ലക്ഷ്മിയൊക്കെ നല്ല രീതിയിൽ മരിച്ചു കിടന്ന് ഗെയിം കളിക്കുന്ന കണ്ടസ്റ്റൻ്റാണ്. ലക്ഷ്മി ശരിക്കും പറഞ്ഞാൽ ഓക്കെ, അവരുടെ ലൈഫ് സ്റ്റോറി ഇന്ന് കേട്ടിരുന്നു. അപ്പോൾ അവരുടെ ലൈഫ് സ്റ്റോറിക്ക് അനുസരിച്ചിട്ട് ഒത്തിരി ട്രോമകളിൽ നിന്ന് ഓവർകം ചെയ്തു വന്ന ഒരാളാണ്. അവർ ബാക്കിയുള്ള ആളുകളെ പോലെ എൻ്റർടൈനറൊന്നുമല്ല. അവരിങ്ങനെ ഒരു ടാർഗറ്റ് വെച്ച് കളിക്കുന്ന ആളാണ്.
ശരിക്കും അവരൊരു സ്ട്രോങ് കണ്ടസ്റ്റൻ്റ് ആയിട്ടാണ് എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുള്ളത്. അപ്പോൾ അവർ അത്യാവശ്യം വയലൻ്റ് ആണ്, നല്ല പ്ലാൻഡ് ആയിട്ടുള്ള ഗെയിമുമാണ്. ഇതിനിടയ്ക്ക് റെനയും ബിന്നിയൊക്കെ ആയിട്ട് ഗെയിമിൻ്റെ ഭാഗമായിട്ട് അലമ്പായി. ബിന്നിൻ്റെ പല്ലടിച്ച് പൊട്ടിക്കണം എന്നുള്ളതാണ് അന്ത്യാഭിലാഷമായിട്ട് റെന കരുതുന്നത്. അതിപ്പോൾ ഒരു ടാസ്ക് വരുന്ന സമയത്ത് ബസർ അടിക്കുന്ന സമയത്ത് കാണിച്ചു കൊടുക്കാമല്ലോ എന്നൊക്കെ ഉള്ളതാണ് മറ്റേ റെന പറയുന്നത്. പക്ഷേ ഈ ടാസ്കിൻ്റെ സമയത്തൊക്കെ ഈ പല്ലടിച്ച് പൊഴിക്കാനൊക്കെ പോയി കഴിഞ്ഞാൽ ചിലപ്പം അന്ത്യാഭിലാഷം ശരിയാണ്, ചിലപ്പോൾ അന്ത്യാഭിലാഷമായി പോകാനായിട്ടുള്ള സാധ്യതയുണ്ട്. കാരണം അമ്മാതിരി അലമ്പാണ്. ഈ റെന ഫാത്തിമ കുറച്ച് ബെറ്ററാണ് ബാക്കിയുള്ള ആളുകൾ വെച്ച് നോക്കുമ്പോൾ എന്ന് എനിക്കിപ്പോൾ തോന്നി തുടങ്ങി. കാരണം വെറുപ്പിക്കലും പ്രൊവോക്കിങ്ങും അങ്ങേയറ്റമാണ്. അതൊരു ചീവീടിനെ പോലെ വെറുപ്പിക്കും എന്നുണ്ടെങ്കിലും ചില ആളുകൾക്കെതിരെ ഉപയോഗിക്കാൻ റെന ബെസ്റ്റാണ്. ഇപ്പോൾ മസ്താനിയുടെ ഒരു ഗെയിം എന്ന് പറയുന്നത് ചീപ്പ് ഗെയിമാണ്, ഭയങ്കര ചീപ്പ് ഗെയിമാണ്. ഒരാളെ എങ്ങനെ പേഴ്സണലി അറ്റാക്ക് ചെയ്യാമെന്നുള്ളത് ആലോചിച്ച് വന്നിട്ടുള്ളൊരു കണ്ടസ്റ്റൻ്റാണ്. പുറത്തുനിന്നുള്ള സാധനങ്ങൾ എടുത്തുകൊണ്ട് വരുന്ന ഒരാളാണ്. അപ്പോൾ ആ ഒരു ചീപ്പ് ഗെയിമിനെയൊക്കെ പ്രൊവോക്ക് ചെയ്ത് എതിർക്കാനായിട്ട് റെനയ്ക്ക് മാത്രമേ പറ്റത്തുള്ളൂ. ഈ റെനയുടെ പ്രൊവോക്കിങ്ങിലാണ് ശരിക്കും പറഞ്ഞാൽ മസ്താനിയൊക്കെ അങ്ങോട്ട് ഇല്ലാണ്ടായി പോയത് തന്നെ. മസ്താനി കരഞ്ഞതുപോലും റെനയുടെ പ്രൊവോക്കിങ്ങിലാണ്. അപ്പോൾ അങ്ങനെയുള്ള ചില ആളുകൾ വേണം നിലവിലത്തെ ഒരു ഗെയിമിൽ. ഈ തന്ത്രം ഉപയോഗിച്ച് കളിക്കാൻ പറഞ്ഞത് കൃത്യമായി കേട്ട് ചെയ്യുന്ന ഒരാളേ ഉള്ളൂ, അത് നെവിനാണ്. നെവിൻ ഇന്നലെയും ഒളിച്ചിരുന്നു, ഇന്നും ഒളിച്ചിരുന്നു. അപ്പം ഈ നെവിൻ ഒളിച്ചിരിക്കുന്ന സ്ഥലമൊന്നും ആൾക്കാർ ശ്രദ്ധിക്കുന്നില്ലാത്ത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗെയിം തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ അലമ്പും അടിയൊക്കെ ആണല്ലോ. അപ്പോൾ ഇന്ന് നമ്മുടെ ലക്ഷ്മിയും ജിഷിനും ഈ നെവിൻ ഒളിച്ചിരിക്കുന്ന സ്ഥലത്തെ പ്രൊട്ടക്റ്റ് ചെയ്യേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ചിട്ട് സംസാരിക്കുകയുണ്ടായി. വീണ്ടും അനുമോളുടെ പുറകെ ചൊറിഞ്ഞുകൊണ്ട് അപ്പാനി ശരത്ത് നടക്കുകയാണ്. എൻ്റെ പൊന്നപ്പാനി, നിങ്ങൾ ഗെയിം കളിക്കുന്നുമില്ല, നിങ്ങൾക്ക് അതിനെ കൊണ്ട് പറ്റത്തുമില്ല. നിങ്ങൾ ദയവ് ചെയ്തിട്ട് ആ പാവയ്ക്കും ഒന്ന് സ്പേസ് കൊടുക്കരുതേ. വെറുതെ ഒരു പാവയ്ക്കൊക്കെ എന്തിനാണ് സ്പേസ് കൊടുക്കുന്നത്? അത് കാണുമ്പോൾ എനിക്ക് നല്ല ദേഷ്യം വരും. ആ പാവയ്ക്കൊന്നും സ്പേസ് കൊടുക്കാനുള്ള സാധ്യത ഇട്ട് കൊടുക്കരുതേ, വെറുതെ പുറകെ നടക്കുന്നു. ആക്ച്വലി എനിക്ക് അറിയാൻ ആഗ്രഹമുണ്ട്, ഈ അനിമോളെ മൈൻഡ് ചെയ്യാതിരിക്കുകയാണെന്നുണ്ടെങ്കിൽ എന്ത് അനിമോൾ ചെയ്യുന്നുള്ളത് അറിയാൻ ആഗ്രഹം കൊണ്ടല്ല. അല്ലാതെ അവർ ഗെയിം തോക്കണമെന്നോ അല്ലെങ്കിൽ അവർ കയറി വരരുതെന്നോ ഉള്ളതുകൊണ്ടല്ല, എനിക്ക് അറിയാൻ വേണ്ടിയാണ്. ഈ അനിമോൾ ശരിക്കും പറഞ്ഞാൽ, സത്യം പറഞ്ഞാൽ ആ ഗെയിമിൽ അനിമോളെ ആരും മൈൻഡ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ അനിമോൾ ഇല്ലാണ്ടായി പോവും. കാരണം ബാക്കിയുള്ള ആളുകൾക്ക് അത്ര നല്ല ഗെയിമുണ്ട്. പക്ഷേ എന്നാ ചെയ്യാനാണ്, ഈ അനിമോളിലെ പുറകെ നടക്കല്ലേ ഇവർ. അനിമോളെ ഈസി ആയിട്ട് അവോയ്ഡ് ചെയ്യാനായിട്ട് നമ്മുടെ ആദിലയ്ക്കും ഷൈത്യയ്ക്കും നൂറയ്ക്കും ഒക്കെ പറ്റുന്നുണ്ട്. അതിലൊക്കെ നല്ല രീതിയിൽ കളിച്ച് കയറി വരും. പിന്നെ ഈ പാവ പിടിച്ചെറിയുന്ന പരിപാടി ശരിക്കും പറഞ്ഞാൽ അത്ര നൈസ് പരിപാടിയൊന്നുമല്ല. ഒരാളുടെ ഒരു പേഴ്സണൽ ആയിട്ടുള്ള സാധനമല്ലേ, അതിനെ പിടിച്ചെറിയുക എന്നൊക്കെ പറയുന്ന, അത് എന്ത് സാധനം ആയിക്കോട്ടെ, ഒരാളുടെ സാധനം അത് എന്തും ആയിക്കോട്ടെ, പാവയോ അല്ലെങ്കിൽ പാവയ്ക്കോ എന്തോ ആയിക്കോട്ടെ, ഒരാളുടെ കയ്യിൽ നിന്നൊരു സാധനം വലിച്ചെറിയുക എന്ന് പറയുന്നത് നെഗറ്റീവ് ഇമ്പ്രഷൻ കൊടുക്കുന്നേ. അത് അപ്പം അതിന് പല തവണയായിട്ട് ചെയ്യുന്നു. ടീമൊക്കെ തിരിച്ച സമയത്ത് നമ്മൾ കണ്ടതാണ്, ശത്രുക്കളെയാണ് ഒരു ടീമിൽ ഇട്ടിരിക്കുന്നത്. ബിഗ് ബോസ് കൃത്യമായിട്ട് പറഞ്ഞാണ് ഈ പവർ കിട്ടിക്കഴിഞ്ഞാൽ അത് എങ്ങനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും എന്നുള്ളതൊക്കെ ക്യാപ്റ്റനെ അടിസ്ഥാനപ്പെടുത്തിയിരിക്കുന്ന കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് ക്യാപ്റ്റനെ സൂക്ഷിച്ച് തിരഞ്ഞെടുക്കണം. ഇപ്പം നിവിനൊക്കെ പവർ എങ്ങനെ കൊടുക്കും എന്നുള്ളതിനെക്കുറിച്ചിട്ടൊക്കെ കൃത്യമായിട്ടുള്ള ധാരണയുണ്ട്. മസ്താനിയായിട്ടത് ഡിസ്കസ് ചെയ്ത സമയത്താണ് ഒരു കാര്യം ബിഗ് ബോസ് ശ്രദ്ധിച്ചത്, നിവിൻ ആ ഒരു ടാസ്കിൽ നിന്ന് പുറത്ത് വന്നിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ആംഗ്യ ഭാഷയിൽ സംസാരിക്കാവുള്ളൂ. അപ്പോൾ അതൊരു ഗെയിമാണ്. ഇനിയിപ്പോൾ ആ ഒരു പവർ കിട്ടിയ ആൾക്കാർ എങ്ങനെ അത് ഉപയോഗിക്കും, അത് ആർക്ക് കൊടുക്കും എന്നുള്ളതൊക്കെ വലിയൊരു ഗെയിമാണ്. കാരണം കൂടെ നിന്ന് പണിയെടുത്ത് പ്രൊട്ടക്റ്റ് ചെയ്തിട്ട് അവസാനം അവർക്ക് ബെനിഫിറ്റ് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ രസമായിരിക്കും. ഷാനവാസ് അനുവിനോട് വളരെ മര്യാദയ്ക്ക് മാന്തിയ കാര്യത്തെക്കുറിച്ചിട്ട് ചോദ്യം ചെയ്യുന്നു. അനുവൊന്നും മിണ്ടുന്നില്ല, ടാസ്കിലാണ്. അതേപോലെ നിൻ്റെ ഈ ക്യൂട്ട്നെസ്സൊക്കെ ഇടുന്ന പരിപാടിയൊക്കെ എന്നൊക്കെ പറഞ്ഞിട്ട് നല്ല രീതിയിൽ ഷാനവാസ് ദേഷ്യപ്പെടുന്നുണ്ട്. അപ്പോൾ ആ ഒരു ക്യൂട്ട്നെസ്സും പാവയൊക്കെ മൊത്തത്തിലൊരു പ്രശ്നമായിട്ട് നിൽക്കുന്നുണ്ട്. മൊത്തത്തിൽ പ്ലാഷി ഇത് ഗെയിം ചേഞ്ചറായി മാറി. ഇതിന് ശേഷം KP നമ്പൂതിരീസിൻ്റെ സ്പോൺസേർഡ് ടാസ്ക്, അപ്പോൾ അതിനെക്കുറിച്ച് പറയേണ്ട ആവശ്യമില്ലല്ലോ, ജിസേലിന് ലഭിച്ചു. പിന്നീട് ഹൗസിൽ നമ്മൾ കണ്ടത് പല ആളുകളും ഉറങ്ങുന്നതൊക്കെയാണ്. നിവിൻ ഇടയ്ക്കൊക്കെ ഉറങ്ങുന്നുണ്ട്. ആര്യൻ ഉറങ്ങുമ്പോൾ പട്ടി കുരച്ചു. അത് കഴിഞ്ഞിട്ട് സ്പൈക്കുട്ടൻ ബിഗ് ബോസ് ഹൗസിലേക്ക് വരുന്നു. സ്പൈക്കുട്ടൻ രസമുള്ളൊരു ചെങ്ങായി തന്നെ കേട്ടോ. പ്ലാച്ചി, സ്പൈക്കുട്ടൻ അങ്ങനെയുള്ള ആൾക്കാരൊക്കെയാണ് ശരിക്കും പറഞ്ഞാൽ ഈ സീസണിലെ കുഴപ്പമില്ലാത്ത ഗെയിം കളിക്കുന്ന ആൾക്കാർ. മെയിൻ വാതിലിൽ കൂടെ സ്പൈക്കുട്ടൻ വരുന്നു, നേരെ വരുന്നു, നിവിനെ പിടിക്കുന്നു. നിവിൻ്റെ കയ്യിൽ പഞ്ചസാര കട്ടെടുത്ത് ഒളിപ്പിച്ചുണ്ട്. അത് കൈയോടെ പൊക്കുന്നു. നിവിൻ പേടിച്ച് അലറുന്നു. നിവിൻ്റെ ഒരു അലർച്ചയും അതിൻ്റെ ഒരു ഭംഗിയൊക്കെ വ്യത്യസ്തതയാണല്ലോ. അപ്പോൾ നിവിൻ അലറുന്നു, സ്പൈക്കുട്ടൻ പോകുന്നു. എന്നിട്ട് ബിഗ് ബോസ് ലിവിങ് ഏരിയയിൽ വിളിച്ചിട്ട് എല്ലാ ആളുകളോടും പറയുന്നു, ഇത് നാട്ടുകാർ കാണുന്ന ഒരു പരിപാടിയാണ്. അപ്പോൾ പകൽ നിങ്ങൾ ഉറങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർക്ക് ദേഷ്യം വരും എന്നുള്ള രീതിയിൽ. ഉത്തരവാദിത്വമില്ലാത്ത ക്യാപ്റ്റൻ, പലതവണ ആളുകൾ ഉറങ്ങുന്നു, അങ്ങനെയുള്ള കുറേയധികം കാര്യങ്ങളിൽ വിമർശനങ്ങൾ ഉന്നയിച്ചു. അതേപോലെ തന്നെ ക്യാപ്റ്റൻ ഒരു പണിഷ്മെൻറ്റും കൊടുത്തു. പകൽ ഉറങ്ങിയ നെവിൻ വൈകിട്ട് കുറേ റൗണ്ട് ഓടണം.
100 റൗണ്ടും കണ്ട് ഓടണമെന്നാണ് പറഞ്ഞതെന്ന് എനിക്ക് തോന്നുന്നു. അതേപോലെ തന്നെ 100 തവണ എഴുതണം, ഞാനിനി പകൽ ഉറങ്ങില്ല എന്ന് എഴുതണം. 1 റൗണ്ട് ഓടിയതിന് ശേഷം വന്നിട്ട് എഴുതണം. ഏതായാലും ആ ഒരു ശിക്ഷയിൽ ഇളവ് കൊടുത്തു കേട്ടോ കുറേ ഓടിയ സമയത്ത്. ജിഷിൻ അവിടെ നിന്ന് കാര്യമായിട്ട് ചൊറിയുന്നുണ്ടായിരുന്നു ഇതിനെ. ജിഷിൻ അങ്ങനെ ഇന്ന ആളെന്നൊന്നുമില്ല, ഏനാണോ കണ്ണി കാണുന്നത് അവരുടെ അടുത്ത് വെറുപ്പിക്കലുമായിട്ട് പുള്ളി അവിടെ അങ്ങ് നിൽക്കും. പുള്ളിയെ കൊണ്ടൊരു വൻ ശല്യം തന്നെയാണ് സത്യം പറഞ്ഞാൽ. പ്രൊവോക്കിംഗ് എന്നൊന്നും പറയാൻ പറ്റത്തില്ല. പുള്ളിക്ക് എല്ലാത്തിനോടും ദേഷ്യമാണ്. ആ ഒരു ദേഷ്യം പ്രകടിപ്പിക്കുക എന്നുള്ളതാണ്. ഗെയിമൊന്നുമില്ല. ലക്ഷ്മി പറയുന്നുണ്ട് നമുക്കൊരു ടാർഗറ്റ് പിടിച്ച് പോകാം, അതൊന്നും പറ്റുന്നില്ല, ഞാൻ വയലൻ്റ് ആയിരിക്കും എന്നൊക്കെ ഉള്ളതാണ് പുള്ളി മറ്റേ ടാസ്കിലടക്കം പറയുന്നത്. ഇനിയുള്ള ദിവസങ്ങളിൽ തുടർക്കഥ ടാസ്ക് ഉണ്ടാവും. രസമാണ്. 5 കണ്ടസ്റ്റൻസ് ആണല്ലോ വൈൽഡ് കാർഡുകളായി വന്നിരിക്കുന്നത്. അപ്പോൾ 5 ആൾക്കും കൂടെ 10 മിനിറ്റ് അവരുടെ കഥ പറയാൻ. അപ്പോൾ ഡിവൈഡ് ചെയ്തെടുക്കണം. ഒരാൾക്ക് ഇത്തിരി വേണമെങ്കിൽ കൂടുതലെടുക്കാം, ഒരാൾക്ക് കുറച്ചെടുക്കാം. പക്ഷേ അടുത്ത ദിവസം ഈ കഥയുടെ ബാക്കി പറയണം. ഇങ്ങനെ 5 ദിവസം കഥ പറഞ്ഞതിന് ശേഷം ഏറ്റവും നന്നായിട്ട് കഥ പറഞ്ഞ ആളെ നിലവിൽ ഹൗസിൽ ഉണ്ടായിരുന്ന കണ്ടസ്റ്റൻസ് തിരഞ്ഞെടുക്കണം. അങ്ങനെ തിരഞ്ഞെടുക്കപ്പെടുന്ന ആൾക്ക് നോമിനേഷൻ ഫ്രീ കാർഡ് ലഭിക്കും എന്നുള്ളതാണ്. ലക്ഷ്മിയുടെ സ്റ്റോറി ഉണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഫാദറിൻ്റെ ഒരു മെൻ്റൽ ഹെൽത്ത് ഇഷ്യൂവുമായി ബന്ധപ്പെട്ട കാര്യം, അവിടെ നിന്ന് അനുഭവിച്ച പ്രശ്നങ്ങൾ, അച്ഛൻ്റെ അമ്മയുടെ സെപ്പറേഷൻ എന്നീ കാര്യങ്ങളൊക്കെ ബാക്കിയുള്ള ആളുകളുടെ സ്റ്റോറീസ് ഉണ്ടായിരുന്നു. മാർക്കറ്റിംഗ് മല്ലുവിൻ്റെ സ്റ്റോറി ഉണ്ടായിരുന്നു. അപ്പോൾ എല്ലാം ഇത്തിരി ഉണ്ടായിരുന്നുള്ളൂ. ലക്ഷ്മിക്കാണ് കൂടുതൽ സ്പേസ് കിട്ടിയത് എന്ന് എനിക്ക് തോന്നുന്നു. ഞാനത് എപ്പിസോഡിൽ കണ്ടതുകൊണ്ടായിരിക്കാം. ഇതിനുശേഷം എന്തെങ്കിലുമൊക്കെ ഒരു ഫണ്ണായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടായിരിക്കാം മസ്താനി നെവിനെ ഇൻ്റർവ്യൂ ചെയ്യുന്നു. നെവിൻ ജിസേലായിട്ട് പെർഫോം ചെയ്യുന്നു. എനിക്കിഷ്ടപ്പെട്ടില്ല. പക്ഷേ അനുമോളായിട്ട് ചെയ്തത് രസമുണ്ടായിരുന്നു. അത് കുറച്ചും കൂടെ മാനറസത്തെക്കാളിലും കൂടുതൽ അനുമോളുടെ കണ്ടന്റ് പിടിച്ചിട്ടുള്ള പരിപാടിയായിരുന്നു. ജിസേലിന് മാനറസ് ഇട്ടപ്പോഴത്തേന് ഇത്തിരി ജിസേലിനെ ഷെയിം ചെയ്യുന്നത് പോലെ ആയിപ്പോയി എന്ന് എനിക്ക് തോന്നി. അപ്പോൾ ജിസേലിനോട് അസൂയുണ്ടോ എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ മസ്താനി ചോദിക്കുന്നു. അനുമോൾ ഒരു കുലസ്ത്രീയാണ്, ഫാമിലി ഓഡിയൻസിനെ ടാർഗറ്റ് ചെയ്യുന്നു എന്നുള്ള രീതിയിലൊക്കെയാണ് നെവിൻ പ്രസൻറ്റ് ചെയ്യുന്നത്. 11 വർഷമായിട്ട് ഇൻഡസ്ട്രിയിലുണ്ട്, കുടുംബ പ്രേക്ഷകർ എന്നുള്ള കാര്യമൊക്കെ എടുത്തിരുന്നുണ്ട്. ജിസേലിനോട് അസൂയുണ്ടോ എന്ന് മസ്താനി ചോദിക്കുന്ന സമയത്ത് കൂടെ പറയുന്ന ഒരു കാര്യമുണ്ട്, ജിസേൽ പാരീസിലൊക്കെ പോയിട്ടുണ്ട്, അനുമോൾ പാലാരിവട്ടത്തെങ്കിലും പോയിട്ടുണ്ടോ എന്നുള്ളത്. പിന്നെ കരച്ചിൽ, ഡ്രാമ എന്നീ കാര്യങ്ങളെക്കുറിച്ചിട്ടും പറയുന്നുണ്ട്. നല്ല മഴ പെയ്യുന്നുണ്ട്, അതിൻ്റെ സൗണ്ട് വീഡിയോയിൽ വരാൻ സാധ്യതയുണ്ട്. വലിയ കാര്യമായിട്ടുണ്ടാവില്ല. ഈ ജിസേലും അനുമോളും കൂടെ ജയിലിൽ പോകുന്ന സമയത്ത് പല ആളുകൾ സംസാരിക്കാനായിട്ടൊക്കെ വരാറുണ്ട്. കഴിഞ്ഞ ദിവസം പറയാനൊക്കെ വന്ന് നമ്മൾ കണ്ടതാണ്. ഇന്ന് പിന്നെ അവിടെ വന്ന് നിൽക്കുന്നതാണ് എപ്പിസോഡിൽ നമ്മൾ കണ്ടത്. അപ്പോൾ ഈ അനുമോളെ ഒന്ന് പൊളിക്കണം എന്നുള്ള ആഗ്രഹമൊക്കെ പല ആളുകൾക്കുണ്ട്. അത് പലപ്പോഴും അങ്ങനെ തോന്നുന്നത് അനുമോളുടെ ഗെയിം കണ്ടിട്ടോ അല്ലെങ്കിൽ ഗെയിമിൽ അനുമോളെ തോൽപ്പിക്കണോ എന്നതുകൊണ്ടൊന്നുമല്ല. അനുമോൾ നല്ല വെറുപ്പിക്കലാണ്. നല്ല വെറുപ്പിക്കൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അനുമോൾ ശരിക്കും പറഞ്ഞാൽ ബാക്കിയുള്ള ആളുകൾ എടുക്കുന്നത് പോലെ ഡ്യൂട്ടികൾ പ്രോപ്പറായിട്ട് എടുക്കത്തില്ല. അതേപോലെ തന്നെ കാര്യങ്ങൾ ആളുകൾ പറഞ്ഞു കഴിഞ്ഞാൽ അംഗീകരിക്കത്തില്ല. അതേപോലെ തന്നെ അനുമോൾ ഭയങ്കരമായിട്ട് സ്ക്രീൻ സ്പേസ് ഇങ്ങനെ ഗ്രാബ് ചെയ്യുന്നുണ്ട്. ഭയങ്കര പിടിച്ചു വാങ്ങുന്ന രീതിയിലാണ് അനുമോൾ ഗെയിം മുന്നോട്ടേക്ക് കൊണ്ടുവന്നത്. അതേപോലെ തന്നെ അനുമോൾ ഒറ്റപ്പെടുത്തുന്നതെന്നൊക്കെ പറഞ്ഞിട്ട് വെറുപ്പിക്കലും കാര്യമായിട്ട് തന്നെ ഉണ്ട്. അപ്പോൾ അനുമോളുടെ കരച്ചിലും കാര്യങ്ങളൊക്കെ ആളുകൾക്ക് വെറുപ്പാവുന്നത് കൊണ്ടാണ് അനുമോളെ ഇവർ കൃത്യമായിട്ട് ടാർഗറ്റ് ചെയ്യുന്നതും അനുമോളെ കുറിച്ചിട്ട് ഒരു ഡിസ്കഷൻ വരുന്നതും ഒക്കെ. അപ്പോൾ ശൈത്യയൊക്കെ മൊത്തം എല്ലാ ആൾക്കാരോടും മറ്റേ കട്ടപ്പ ശൈത്യ എല്ലാ ആൾക്കാരോടും കൃത്യമായിട്ട് അനുമോളെ കുറിച്ച് പറഞ്ഞൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് എല്ലാവരും അറിഞ്ഞു. മൊത്തത്തിൽ ആൾക്കാർക്ക് അനുമോളുടെ ഗെയിമൊക്കെ ഈസി ആയിട്ട് മനസ്സിലായി. ഈവൻ പാവ ഗെയിം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എല്ലാവരും അറിഞ്ഞു. അപ്പോൾ ജിസയിലും ബിന്നിയും കൂടെ അവിടെ ചോദ്യം ചെയ്യുന്നുണ്ട് ആര്യൻ്റെ അടുത്തുണ്ടായിരുന്ന കോംബോയെ കുറിച്ചിട്ടും. ചില സമയത്ത് കോംബോയെ കുറിച്ചിട്ട് പറയുമ്പോൾ ദേഷ്യപ്പെടുന്നു, ചില സമയത്ത് ബ്ലഷ് ചെയ്യുന്നു. അപ്പോൾ ആ ഒരു കാര്യങ്ങളെ കുറിച്ചിട്ടൊക്കെ ബിന്നി ചോദിക്കുന്നു. അനുമോൾ പ്രത്യേകിച്ചൊന്നും സംസാരിക്കുന്ന എപ്പിസോഡ് ഞാൻ കണ്ടില്ല. ഈ ഒരു കാര്യങ്ങളൊക്കെ പൊളിച്ചടക്കി കൊടുക്കുകയാണ്. അപ്പോൾ അവരതിന് ചില തെളിവുകളൊക്കെ നടത്തുന്നുണ്ട്. ഇപ്പോൾ ജിസയിലുമായിട്ടുള്ള ഫ്രണ്ട്ഷിപ്പ് ആര്യൻ വെച്ചുകൊണ്ടിരിക്കുന്നത് അനുവിന് ദേഷ്യമാണ്. ശരിയാണ്. എന്തിനാണ് അനുവിന് അതിനകത്ത് ദേഷ്യം എന്നുള്ളത് അന്ന് നമുക്ക് മനസ്സിലാവാഞ്ഞ ഒരു കാര്യമായിരുന്നു. അപ്പോൾ അതൊക്കെ അവർ ഇതന്നെയായിട്ട് എടുത്ത് ഉപയോഗിക്കുന്നുണ്ട്. ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ മാക്സിമം അനുവിനെ പൊളിക്കാൻ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പം അനുമോൾ എന്ത് ചെയ്താലും നമ്മൾ പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെടാത്ത ഒരു സാഹചര്യമാണ്. കാരണം അനുമോൾ അത്ര വെറുപ്പിച്ച് വെച്ചിരിക്കുകയാണ്. ഈ അപ്പാനിയുടെയൊക്കെ കളി കാരണം ചിലപ്പോൾ നമുക്ക് വരും ദിവസങ്ങളിൽ അനുമോൾ ഇഷ്ടപ്പെടുകയോ അല്ലെങ്കിൽ അനുമോൾ മൊത്തത്തിൽ ഒറ്റപ്പെടുകയോ യഥാർത്ഥത്തിൽ ഒറ്റപ്പെടുകയോ ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ കളി മാറും. പക്ഷേ ഇപ്പോൾ അനുമോളെ പൊളിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ഇവർക്ക് ഗുണമായിട്ടുള്ള സംഗതിയാണ്. ജിസയിലും ആര്യനും ഗെയിം ഡിസ്കസ് ചെയ്യുന്നു. ഷാനവാസും ആദിലയും ഗെയിം ഡിസ്കസ് ചെയ്യുന്നു. അപ്പം ആര്യൻ പറയുന്നത് ഗെയിം നമ്മൾ കളിക്കുന്ന പോലെ കളിച്ചാൽ മതി. വീക്കെൻഡ് എപ്പിസോഡിൽ ലാലേട്ടൻ പറയും, ബിഗ് ബോസ് പറയും. പക്ഷെ അതൊന്നും നമ്മൾ മാറ്റേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മൾ ആ ഒരു മൂഡ് പിടിക്കുക. ഇവിടെയുള്ള പല ആളുകളും തളർന്നു, പക്ഷേ ഞാൻ തളർന്നിട്ടില്ല എന്നൊക്കെ ഉള്ളതാണ് ആര്യൻ്റെ ഒരു വാദം. ജിസയിലും ആ ഒരു മൂഡ് പിടിക്കാം എന്നുള്ള മൂഡിലാണ്. അതേപോലെ ഷാനവാസ് ആദില, അതിനകത്ത് ആദില പറയുന്ന കാര്യം കറക്റ്റാണ്. ഇപ്പം നൂറ അതിൽ ഇത്തിരി ഡിഫറെൻ്റ് ആണ്. ഒരു വീട്ടിൽ ഭാര്യയും ഭർത്താവും അല്ലെങ്കിൽ 2 ആണുങ്ങളായിട്ടുള്ള പങ്കാളികളോ 2 പെണ്ണുങ്ങളായിട്ടുള്ള പങ്കാളികളോ ഒരുമിച്ച് ജീവിക്കുന്ന ആളുകൾ എപ്പോഴും ഒരേപോലെ ഒന്നും ആവില്ല. അപ്പം വ്യത്യസ്തമായിട്ടുള്ള അഭിപ്രായങ്ങൾ ഉണ്ടാകും. ഒരു മൂഡായിരിക്കും പല ആളുകൾക്കും. അപ്പം ആദിലയുടെ ഒരു മൂഡല്ല നൂറ. അപ്പം ആദിലേക്ക് ഒരു കോൺഫിഡൻസ് ഉണ്ട്. നൂറ് കൃത്യമായിട്ട് ഈ അനുമോളിലൊന്നും ട്രാപ്പിലോ അല്ലെങ്കിൽ അങ്ങനെയുള്ള മൂഡിലോ ഇന്നാവില്ല. പക്ഷേ ആദിൽ ഇത്തിരി ഫ്രണ്ട്ഷിപ്പിൻ്റെ രീതിയിലൊക്കെ പോകാൻ സാധ്യതയുള്ള
അതിൽ തന്നെ മനസ്സിലാക്കുന്ന ഇമോഷണലി ഇത്തിരി ഡൗൺ ആയിട്ടുള്ള ആളാണ്. അതിൽ കൃത്യമായിട്ട് റിയലൈസ് ചെയ്തു. അപ്പോൾ ഷൈത്യമായിട്ട് അവരത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ടെന്നൊക്കെ ഷാനവാസിനോട് പറയുന്നു. അപ്പോൾ അതങ്ങനെ ഒരു ഗെയിമാണ്. നൂറ ഒരു ഇൻഡിവിജ്വൽ സ്പേസ് ഉണ്ടാക്കി എടുത്തു എന്നുള്ളത് ശരിക്കും പറഞ്ഞാൽ നമ്മൾ കണക്കിലെടുക്കേണ്ട ഒരു കാര്യം തന്നെയാണ് കേട്ടോ. പക്ഷേ വീണ് കിട്ടുന്ന സാഹചര്യങ്ങളല്ലാതെ നൂറയുടെ ഭാഗത്ത് നിന്നൊരു എക്സ്ട്രാ ഗെയിം പ്ലാനോ എക്സ്ട്രാ ഇൻപുട്ടോ നമുക്ക് പലപ്പോഴും കാണാനായിട്ട് പറ്റത്തുമില്ല. വൈൽഡ് കാർഡുകൾ അപ്പുറത്തിരുന്ന് ഗെയിം പ്ലാൻ ചെയ്യുന്നു. അങ്ങനെ പ്ലാനിങ് ഒക്കെ കാര്യമായിട്ട് നടക്കുന്നുണ്ട്. ബിഗ് ബോസിന് എന്താണ് പ്ലാൻ? ഇത് കുറേ ദിവസമായിട്ട് നമുക്ക് ചെറിയ രീതിയിലൊക്കെ ബോറടിച്ച് തുടങ്ങിയിട്ടുണ്ട്. വരും ദിവസങ്ങളിൽ എന്തെങ്കിലുമൊക്കെ മാറ്റിപ്പിടിക്കുകയാണെന്നുണ്ടെങ്കിൽ നൈസായിരിക്കും. കഴിഞ്ഞ തവണയല്ലേ മാറ്റിപ്പിടിച്ചത്, ആ മാറ്റിപ്പിടിക്കൽ വേണ്ട, വേറെ എന്തെങ്കിലും ടൈപ്പ് മാറ്റിപ്പിടിക്കാനായിട്ട് പറ്റുമോ? കുറച്ചും കൂടെ രസകരമായിട്ടുള്ള ടാസ്കുകൾ, ഈ വയലൻസ് ടാസ്കുകളൊക്കെ സംഭവം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിത് കൃത്യമായിട്ട് കാണാൻ പറ്റത്തില്ല. എല്ലാവരും കൂടെ ഒരാളുടെ പുറത്തേക്ക് വീഴുന്ന സമയത്ത് ആരെങ്ങനെ കളിക്കുന്നു എന്ന് നമുക്കറിയാൻ പറ്റത്തില്ല. അപ്പോൾ എന്തെങ്കിലും ബുദ്ധിയൊക്കെ ഉപയോഗിച്ച് കളിക്കാൻ പറ്റുന്ന ടാസ്കുകൾ, പിടിച്ച് പറിക്കാത്ത രീതിയിലുള്ള ടാസ്കുകൾ എന്തെങ്കിലുമൊക്കെ കൊണ്ടുവന്നൂടെ? ഒന്ന് ആലോചിച്ച് നോക്കിയേ. അല്ലെങ്കിൽ വരും ദിവസങ്ങളിലൊക്കെ ബോറടിക്കുമായിരിക്കും എന്ന് വിചാരിക്കുന്നു. പിന്നെ കണ്ടസ്റ്റൻസ് അനുമോളടക്കമുള്ള ആളുകൾ മസ്താനിയൊക്കെ എന്തെങ്കിലുമൊക്കെ ചീപ്പ് കളി കളിക്കും എന്ന് നമുക്ക് വിചാരിക്കാം. അങ്ങനെ അതൊക്കെ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കാം. ശരിക്കും അനുമോളൊക്കെ ആണല്ലേ, അനുമോളൊക്കെ ഇല്ലായിരുന്നുകൊണ്ട് എന്ത് ചെയ്തേനെ? അല്ല, അനുമോളില്ലായിരുന്നുകൊണ്ടെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ ഗെയിം വന്നേനെ. അപ്പോൾ അനുമോളാണ് ഗെയിമെന്ന് പറഞ്ഞ് കുറേ ആൾക്കാർ അവരുടെ പുറകെ നടക്കുന്നതുകൊണ്ടാണ്. ഏതായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയുക. നന്ദി.